മുന്നണി മര്യാദകൾ പാലിച്ച് രാജ്യസഭാ സീറ്റ് CPM ഘടകകക്ഷികൾക്ക് വിട്ടു നൽകി. ആദ്യ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനും രണ്ടാമത്തെ സീറ്റ് CPIക്കുമാണ് വിട്ടു നൽകിയത്. 3 വർഷം കേരള കോൺഗ്രസ് എമ്മും 3 വർഷം CPMും മാറി മാറി അധികാരം തുടരുമെന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ആ ഫോർമുല അത്ര പ്രാവർത്തികമായിരിക്കുകയില്ല എന്ന് CPM തന്നെ മനസ്സിലാക്കുകയായിരുന്നു. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലഭിക്കുമോ എന്ന സംശയത്തെ മുൻനിർത്തി തീരുമാനത്തിൽ നിന്ന് പിന്മാറിയെന്നും പറയാം. എന്നാൽ രാജ്യസഭാ സീറ്റിന് തങ്ങളെല്ലാവരും അർഹരാണ് എന്ന് ഘടകകക്ഷികൾ ഉറപ്പിച്ചു പറഞ്ഞതോടെ CPM വീണ്ടും പ്രതിസന്ധിയിലായി. സീറ്റ് യാതൊരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് CPIയും രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്താൽ തങ്ങളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുമെന്ന് കേരള കോൺഗ്രസ് എമ്മും ഉറപ്പിച്ചു പറഞ്ഞു. ഇതോടെയാണ് തങ്ങളുടെ സീറ്റ് നൽകുക എന്ന നിർണായക തീരുമാനത്തിലേക്ക് CPM എത്തിയത്. കാരണം ഘടകകക്ഷികളെ പിണക്കിയാൽ അത് മുന്നണിക്ക് വലിയ ദോഷം ചെയ്യും. ഇടതുപക്ഷത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ പരിഗണന ലഭിക്കുന്നില്ല എന്ന വിമർശനം പരക്കെ ഉയർന്നിരുന്നു. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വമ്പൻ പരാജയം ഇടതുമുന്നണിയുടെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിയായി. ഈ രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി കേരള കോൺഗ്രസ് എം തിരിച്ച് UDFിലേക്ക് പോകുമെന്ന് വാർത്തകളും പ്രചരിച്ചു. കൂടാതെ കേരള കോൺഗ്രസ് എം UDFിലേക്ക് വരണമെന്ന് K. സുധാകരനും പറഞ്ഞിരുന്നു. UDFിന്റെ ഭാഗത്തു നിന്നും നിരന്തരമായി ഉയർന്ന ക്ഷണം ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിന്റെ മനസ്സ് മാറ്റുമെന്ന് ഭയം ഇടതുമുന്നണിയിൽ ശക്തമായി ഉയർന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ കൂടുതൽ നിർത്തുവാനും ഒരു വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറാകേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി സർക്കാരിന്റെ ഭാഗത്തെ വീഴ്ചയാണെന്ന് CPI പരസ്യമായി തന്നെ തുറന്നടിച്ചിരുന്നു. പെൻഷൻ വിതരണം മുടങ്ങിയതും മാവേലി സ്റ്റോറിലെ അവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറവും സാമ്പത്തിക പ്രതിസന്ധിയുമെല്ലാം തന്നെ സർക്കാരിന് തിരിച്ചടിയായെന്ന് CPI വിമർശിച്ചിരുന്നു. കൂടാതെ തന്നെ CPIക്ക് ധാർമ്മികത നഷ്ടപ്പെടുന്നു എന്ന വിമർശനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ചോർന്നു പോകുന്ന ധാർമ്മികത നഷ്ടമാകാതിരിക്കണമെങ്കിൽ ഒരു മുന്നണി മാറ്റം ആവശ്യമാണെന്നും മുസ്ലിം ലീഗ് തറപ്പിച്ചു പറഞ്ഞു. CPIക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുകൂലം UDFിൽ ചേരുന്നതാണെന്നും മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നു. സ്വാഭാവികമായും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളെ കൂടെ നിർത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ഘടകങ്ങളെല്ലാം നിർണായകമായി. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിനും CPIക്കും സീറ്റ് നൽകിയപ്പോൾ കടുത്ത പ്രതിഷേധവുമായി RJDയും രംഗത്തെത്തി. എന്നാൽ അതേസമയം ഒരു തർക്കത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന് LDF യോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. ഘടകകക്ഷികൾ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് EP ജയരാജനും പറഞ്ഞു. CPM ഈ വിട്ടുവീഴ്ച ചെയ്തത് മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണെന്ന് EP ജയരാജൻ പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ടീമായി പ്രവർത്തിക്കുകയാണ്. എല്ലാ ഘടക പാർട്ടികളും വളരെ നല്ല നിലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനർഘമായി ചർച്ച നടത്തി നീട്ടിക്കൊണ്ടുപോകേണ്ട പ്രശ്നങ്ങളൊന്നും മുന്നണിക്കകത്ത് സാധാരണ ഉണ്ടാകാറില്ല. നല്ല ഐക്യത്തോടും നല്ല കെട്ടുറപ്പോടും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഇന്ന് പ്രഖ്യാപിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നോമിനേഷൻ കൊടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇന്ന് ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം കേരളത്തിൽ 3 ഒഴിവുകളാണ് വരുന്നത് രാജ്യസഭയിൽ. ആ 3 ഒഴിവുകൾ നിയമസഭാംഗങ്ങളുടെ പ്രാതിനിധ്യമെടുത്തു നോക്കിയാൽ 2 രാജ്യസഭാംഗങ്ങളെ ജയിപ്പിക്കാനുള്ള വോട്ടവകാശം വോട്ട് LDFിനുണ്ട്. അപ്പോൾ 2 പേരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിക്കേണ്ടത്. എല്ലാ പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയും കൂട്ടായി ചർച്ച നടത്തിയും എത്തിച്ചേർന്ന നിഗമനം ഈ 2 സീറ്റുകളിലേക്ക്, ഈ സീറ്റുകൾക്ക് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ന്യായമായും അവകാശങ്ങൾ ഉന്നയിക്കാം. അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം 2 സീറ്റിൽ 1 സീറ്റ് CPIക്ക്, രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി. ഇങ്ങനെ 2 പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു. ഈ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കഴിയുന്നത്ര വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തീകരിച്ച് നോമിനേഷൻ കൊടുക്കാൻ നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 സീറ്റിൽ LDFിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും. അതിനുള്ള നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യവും അതിൻ്റെ കെട്ടുറപ്പും ബഹുജന അംഗീകാരവുമാണ്. അതിനുതകത്തക്ക നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. CPM-ന് ഒറ്റയ്ക്ക് തന്നെ ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയുടെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM അത്തരമൊരു ആവശ്യങ്ങളിലേക്ക് വന്നില്ല. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട്, എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ രണ്ട് പാർട്ടികൾക്ക് ഈ രണ്ട് സ്ഥാനങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അംഗീകാരം നൽകുകയാണ് മുന്നണി യോഗം ചെയ്തിട്ടുള്ളത്. ഇതാണ് യോഗത്തിൻ്റെ തീരുമാനം. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയാണത്. ഈ നാടിൻ്റെ ഒരു പ്രശ്നമാണ് CPM. ആ CPM അതിൻ്റെ ഉയർന്ന നിലവാരം കേരള ജനതയുടെ ഏറ്റവും വലിയ പിന്തുണയും ശക്തിയും ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും സവിശേഷമായ നിലപാടാണ് CPM സ്വീകരിച്ചത്. ഇതിൽ ഉള്ള ഏതെങ്കിലും ഒരു പാർട്ടി UDF-ലേക്ക് പോകേണ്ട ഗതികേടിലുള്ള പാർട്ടിയുണ്ടോ? ഇതിലുള്ള എല്ലാ പാർട്ടികളും രാഷ്ട്രീയ ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടതകളും അനുഭവിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഒരു ലക്ഷ്യബോധത്തോടുകൂടി ഈ മുന്നണിയുടെ ഭാഗമായവരാണ്. മറ്റ് മുന്നണികളെപ്പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന നിലപാടുകളൊന്നും മുന്നണിയിലെ ഘടകപാർട്ടികൾക്കില്ല. ഏറ്റവും പ്രധാനം രാജ്യത്തിൻ്റെ താല്പര്യമാണ്, കേരളത്തിൻ്റെ താല്പര്യമാണ്. ചെറിയ പാർട്ടികളോ വലിയ പാർട്ടികളോ എന്നൊന്നുമില്ലാതെ എല്ലാ പാർട്ടികൾക്കും തുല്യമായ അവകാശങ്ങൾ നൽകി അഭിപ്രായങ്ങൾ കേട്ട് നിലപാട് സ്വീകരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ളത്. രണ്ട് പാർട്ടികൾ കൂടി